ഹലോ ഹായ്, ഇന്നൊരു ഈസി ബ്രെഡ് പിസ്സ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ആദ്യം ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. മുളക് പൊടി, ഉപ്പ്, കുറച്ച് വിനെഗർ, കുറച്ച് ഒരു മുട്ടയുടെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി വെച്ചിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്കുള്ള സോസ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പകുതി ഓണിയന്, ഒരു പകുതി ടൊമാറ്റോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് സോസ്ക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് രണ്ട് പച്ചമുളകാണ് രണ്ട് ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സോസ് ഇവിടെ റെഡിയാക്കാൻ വെക്കുക കേട്ടോ. അത് മിക്സിയിലിട്ട് കൊടുക്കുക, ഉള്ളി, അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക, സോയാ സോസ് ഒഴിക്കുക, കുറച്ച് ഒറിഗാനോ ഇടുക. എന്നിട്ട് പിന്നെ അത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സോസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയുടെ ഡോ റെഡിയാക്കണം കേട്ടോ. സാധാരണ പിസ്സ ഉണ്ടാക്കുന്നത് മൈദയിലാണല്ലോ. മൈദ അതിൽ ഈസ്റ്റ് കൂട്ടിയിട്ട് കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഡോ കേട്ടോ. ആദ്യം ഒരു 6 ബ്രെഡ് എടുക്കുക, അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക, ഒരു ഗ്ലാസ് എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഒഴിക്കുക, പിന്നെ 3 എഗ്ഗും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം അടച്ച് വെക്കുക കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണേ. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ അത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് ടൈറ്റായിട്ട് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒരു തിക്ക് ഇതിൽ തന്നെ വേണം, പറ്റി ലൂസാവരുത്. നമ്മളെടുക്കുന്ന പാത്രത്തിൽ കുറച്ച് ബട്ടറോ ഗീയോ എന്തെങ്കിലും ആക്കിയിട്ട് അത് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് മറിച്ചിടുന്ന ടാസ്ക്. എന്തായാലും സക്സസ്ഫുള്ളി ഞാൻ വിജയിച്ചതിൽ കേട്ടോ. നമുക്ക് എന്തായാലും കഴിയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളവിടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല പേസ്റ്റ്. ആ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കനത്തിലരിഞ്ഞ വലിയുള്ളി, ക്യാപ്സിക്കം, തക്കാളി കേട്ടോ ഇതിക്ക് വേണ്ടത്. അത് 3ഉം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കനും നമ്മൾ കട്ട് ചെയ്തിട്ട് ചിക്കനും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്ര ആവശ്യമല്ല, അതിൻ്റെ കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ അതൊക്കെ അതിൻ്റെ മേലെ ആഡ് ചെയ്തെടുത്ത് ഇനി കുറച്ച് ചീസ് സ്ലൈസ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും. ചീസ് എന്തായാലും വേണം കേട്ടോ. ചീസ് വരുമ്പോഴാണ് അതിൻ്റെ ചീസിൻ്റെ ഫ്ലേവർ കിട്ടുന്നത്. ചീസ് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ലൈസ് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അപ്പോൾ ഞാനതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് മൊസറല്ല ചീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തെടുത്തിട്ടോ. ഇനി ചീസൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളത് വേവിക്കട്ടോ. വേവാൻ അറിയാനൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ചീസൊന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് അത് വേവിക്കുക. അതിൻ്റെ മേലെ ബാക്കി വന്നിട്ടുള്ള സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.